ഒറ്റപ്പാലം മായന്നൂർ സംസ്ഥാന പാതയുടെ പാറമേൽപ്പടി സെന്ററിനും തളിക്ഷേത്രത്തിനും ഇടയിലുള്ള കുഴിയൻ തോടിന്റെ കിഴക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ നിജസ്ഥിതി തുറന്നു കാട്ടുകയാണ് കർഷകർ. 5 കിലോമീറ്റർ മീതെ ഒഴുകിവരുന്ന തോടാണിത്. മുൻവർഷങ്ങളിൽ മഴ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ വെള്ളം കയറി റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം നിലനിന്നിരുന്നു. പിന്നീട് റോഡ് മണ്ണിട്ടുയർത്തുകയും ഇരുവശങ്ങളും കെട്ടിപ്പൊക്കി സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. നവീകരണം നടത്തി വീതി കൂട്ടിയ തോട്ടുപാലം അടിഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ടും വർഷങ്ങളായി. പുനർനിർമ്മാണം കഴിഞ്ഞ റബ്ബറൈസഡ് പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി വീതി കൂട്ടിയ റോഡ് കാണാൻ വളരെ ഭംഗിയാണ്. എന്നാൽ ഈ ഭാഗത്ത് റോഡിന് താഴെ പാലം തകർച്ചയിലാണെന്ന് ആർക്കും അറിയുന്നില്ല. പാലം അപകടാവസ്ഥയിലാണെന്നത് മനസ്സിലാക്കിയത് ഈ പാലത്തിന് താഴെ കൃഷി ചെയ്യുന്ന കർഷകർ മാത്രമാണ്. കൃഷിസ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ പാലത്തിന്റെ എല്ലാ വശങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. പാലത്തിന്റെ പഴയ ഭാഗത്തെ ബീമുകൾ പാലത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതിനാൽ ആ ഭാഗമെല്ലാം പൂർണ്ണ സുരക്ഷിതത്വത്തിലുമാണ്. റോഡ് വീതി കൂട്ടി നവീകരണം നടത്തിയപ്പോൾ പുതിയ ഭാഗത്ത് ബീമുകൾ നിർമ്മിക്കാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പാലം നിർമ്മാണത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച നിലയിലാണ്. റോഡ് നിർമ്മാണ വേളയിൽ പാലത്തിന്റെ അസ്ഥിവാരം ശ്രദ്ധിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് പാലത്തിന്റെ ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് പ്രധാന കാരണം. കരിങ്കല്ലുകൊണ്ട് കെട്ടിയുയർത്തിയ റോഡ് അരികെല്ലാം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ മറ്റു പ്രദേശങ്ങളിലെയും തകർച്ച അറിയുവാനും സാധിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് റോഡരികിൽ ബോർഡ് വെച്ച മാന്യത തെളിയിച്ചവർ പരാതികളും നിർദ്ദേശങ്ങളും ബോർഡിൽ സൂചിപ്പിച്ച പ്രകാരം അറിയിച്ചപ്പോഴും പാലത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം വിവരങ്ങൾ നൽകിയിട്ടും പ്രതികരിക്കുവാനോ പ്രദേശത്തെത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുവാനോ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡും ഇതുവരെ പാരപ്പറ്റ് പണിതിട്ടില്ല. മുകളിൽ നോക്കുമ്പോൾ പാലം ഭദ്രമാണ്, കാരണത്തെ റോഡ് വൃത്തിയായിട്ട് അറിയത്തിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ താഴത്തെ ഞങ്ങൾ കൃഷിക്കാരായതുകൊണ്ടും ഞങ്ങളുടെ കൃഷി ഇവിടെ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് ഈ തോടായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ ഈ തോടിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് അറിയാം കുറേ കാലമായിട്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇത് ഓരോ കൊല്ലം കഴിയുന്നവരും ഇതിൻ്റെ അവസ്ഥ വളരെ മോശമായി വരികയാണ്. ഇതൊക്കെ അപകടം എപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അപകടം കാണാനുള്ള യോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പോൾ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ നടത്തിക്കുന്നത്. 20-30 ടൺ ഭാരമുള്ള ടോർസുകൾ ഈ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. പാലത്തിന്റെ അവസ്ഥ ഇനിയെങ്കിലും അധികൃതർ കണ്ടറിഞ്ഞ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം തുടർന്ന് നോക്കുകുത്തികളാകുമ്പോൾ വരാനിരിക്കുന്ന ദുരന്തം അനിവാര്യമാവുക തന്നെ ചെയ്യും.